അങ്ങനെ IPL ചരിത്രം എഴുതിയിരിക്കുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കപ്പിൽ മൊത്തമിടാൻ പോകുന്നു. അങ്ങനെ ത്രില്ല് പോരിലാണ് ഇപ്പോൾ ഫൈനൽ പോര് അവസാനിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജിജിൻ ജി പാൽ ചേരുന്നുണ്ട്. ജിജിൻ, എത്രത്തോളം ത്രില്ല്, അതായത് 18 വർഷത്തെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാകുമ്പോൾ RCBയുടെ വിജയം എങ്ങനെയാണ്? പ്രതീക്ഷ 6 റൺസിനാണ് കോഹ്ലിയും സംഘവും കപ്പടിച്ചിരിക്കുന്നത്. 18 വർഷം കാത്തിരുന്ന 18ാം നമ്പർ താരത്തിന്റെ ആ കാത്തിരിപ്പ് അർത്ഥപൂർണമായിരിക്കുന്നു. 18 എന്ന ഒരു ചരിത്ര നേട്ടത്തിലേക്ക് വിരാട് കോഹ്ലി എത്തുന്നു. ഇതുവരെ കിട്ടാത്ത, ഇതുവരെ നേടാൻ കഴിയാതിരുന്ന IPL കിരീടം ഇതാ വിരാട് കോഹ്ലിയെ തേടിയെത്തിയിരിക്കുന്നു. അതിവൈകാരികമായാണ് വിരാട് കോഹ്ലി ആ നിമിഷത്തെ എതിരേറ്റത്. അവസാന ഓവറുകളിൽ ശശാങ്ക് സിംഗ് ആഞ്ഞടിച്ചിട്ടും ബംഗളൂരു മുന്നോട്ട് വെച്ച 190 എന്ന് പറയുന്ന കൂറ്റൻ ലക്ഷ്യം മറികടക്കാൻ പഞ്ചാബിനായില്ല. പഞ്ചാബിൻ്റെ സ്കോർ 184 റൺസിന് പൂർത്തിയായി. 184 റൺസ് എടുക്കാനേ പഞ്ചാബ് കിങ്സിന് കഴിഞ്ഞുള്ളൂ. 7 വിക്കറ്റുകൾ പഞ്ചാബിന് നഷ്ടമായി. ആദ്യ ഓവറുകളിൽ ബാംഗ്ലൂരിൻ്റെ 190 എന്ന വിജയലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങിയ പഞ്ചാബ് ആദ്യ ഓവറുകളിൽ മികച്ച തുടക്കമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മധ്യ ഓവറുകളിൽ കൃണാൽ പാണ്ഡ്യയുടെ 4 ഓവറുകളാണ് എടുത്തു പറയേണ്ടത്. 4 ഓവറിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത 2 വിക്കറ്റുകളാണ് കൃണാൽ പാണ്ഡ്യ എടുത്തത്. അതിനുശേഷം ഡെത്ത് ഓവറുകളിൽ മികച്ച ബൗളിംഗ് തന്നെയാണ് ബംഗളൂരുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ബംഗളൂരു ബൗളർമാർ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഡെത്ത് ഓവറുകൾ എറിയാൻ ബംഗളൂരുവിന് മികച്ച താരങ്ങളില്ല എന്ന് പറയുന്ന ആ ഒരു പേരുദോഷം ബംഗളൂരു മറികടന്നിരിക്കുന്നു. ഈ ഫൈനൽ കാത്തിരുന്ന ഫൈനൽ അർഹിച്ച രീതിയിലുള്ള പോരാട്ടം തന്നെയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കണ്ടത്. 1,32,000 വരുന്ന ആരാധകർക്ക് മുന്നിൽ കോഹ്ലിയുടെ നിറഞ്ഞാട്ടമാണ് കാണാനായത്. ബംഗളൂരിൻ്റെ ടോപ്പ് സ്കോററായി കോഹ്ലി തിളങ്ങുന്നു. അതേ വേദിയിൽ വെച്ച് തന്നെ ഇതാ കോഹ്ലി IPL കപ്പിൽ മുത്തമിടുന്നു. 18 വർഷത്തെ കാത്തിരിപ്പ്, 18ാം നമ്പർ താരം ഇതാ ലോകത്തിൽ 2008 മുതൽ IPLന്റെ ഭാഗമാണ് വിരാട് കോഹ്ലി. ഈ 11ലും 16ലും ഒക്കെ തന്നെ 3 തവണ ആ കപ്പിനും ചുണ്ടിനും ഒക്കെ തന്നെ ഇടയിലേക്ക് 2009 ഈ ഫൈനൽ പോര് അവസാനിക്കുന്നു. നിരാശരായി മടങ്ങേണ്ടി വരുന്നു. ഇന്നിപ്പോൾ എത്രത്തോളം ആവേശത്തോടു കൂടി, കാരണം ഒരു മികച്ച സ്കോർ ആദ്യം തന്നെ പടുത്തുയർത്താൻ കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് മികച്ച ബൗളിങ്ങിലൂടെ അതിനരികിലേക്ക് എന്തായാലും നിസാർ റൺസിനാണ് പഞ്ചാബും തിരിച്ചടിക്കുന്നത്. അപ്പോൾ മത്സരം എത്രത്തോളം നിർണായകമായിരുന്നു? ആ മത്സരത്തിൻ്റെ വീരോചിത ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? പ്രതീക്ഷ എടുത്തു പറയേണ്ടത് ബംഗളൂരുവിൻ്റെ ബാറ്റിംഗ് തന്നെയാണ്. ബാംഗ്ലൂരു ബാറ്റർമാർ ഒരു മികച്ച തുടക്കം തന്നെ നൽകിയിരുന്നു. അത് ആ ഒരു സ്കോർ ഒരു കടുത്ത ആക്രമണത്തിലേക്ക് പോകാതെ വിക്കറ്റുകൾ പരമാവധി സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു കോഹ്ലിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. 37 ബോളിൽ 43 റൺസ് എന്ന ഒരു സ്കോറാണ് കോഹ്ലി എടുത്തത്. അവസാന ഓവറുകളിൽ ഒരു ഡെത്ത് ഓവറുകൾ വലിയ വിക്കറ്റുകൾ ഉണ്ടായില്ലെങ്കിൽ പോലും മികച്ച ഒരു സ്കോർ എന്നതിനെ വിശേഷിപ്പിക്കാം നമുക്ക്. ഈ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പറയുന്ന ആ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത എന്നാൽ ഒരു 170-172 റൺസൊക്കെയാണ് അവിടുത്തെ ഒരു ആവറേജ് ടോട്ടൽ. അതിനെ മറികടന്നുകൊണ്ടൊരു 190 എന്ന് പറയുന്ന വിജയിക്കാൻ കഴിയുന്ന ഒരു ടോട്ടൽ തന്നെ ബാംഗ്ലൂരു ബാറ്റർമാർ പടുത്തുയർത്തിയിരുന്നു. മറുവശത്ത് എത്ര വലിയ സ്കോറും മറികടക്കാൻ ശേഷിയുള്ള സംഘമാണ് ശ്രേയസ് അയ്യരുടെ ഒപ്പമുള്ള പഞ്ചാബ് കിങ്സ്. പഞ്ചാബ് കിങ്സിന് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കണ്ടതാണ്. ശ്രേയസ് അയ്യർ ഒറ്റയ്ക്ക് തന്നെ മത്സരം കൈപ്പിടിയിൽ ഒതുക്കുന്നതും മുംബൈയെ തോൽപ്പിച്ച് നിഷ്പ്രയാസം വിജയത്തിലേക്ക് എത്തുകയും ഫൈനലിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിൽ പോലും ശ്രേയസ് അയ്യറിൻ്റെ വിക്കറ്റ് നിർണായകമായിരുന്നു. അത് 1 റൺസ് മാത്രം എടുത്താണ് ശ്രേയസ് അയ്യർ മടങ്ങിയത്. മറ്റ് ബാറ്റർമാർക്കൊന്നും കാര്യമായി തിളങ്ങാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ഒരു 8 ഓവർ വരെ പഞ്ചാബ് കിങ്സിന് അനുകൂലമായ സാഹചര്യം തന്നെയായിരുന്നു. 8 ഓവറിൽ 72 റൺസിന് 1 വിക്കറ്റ് എന്ന രീതിയിലാണ് പഞ്ചാബ് കിങ്സിൻ്റെ സ്കോർ ഉണ്ടായിരുന്നത്. പക്ഷേ ആ 8ാമത്തെ ഓവറിൽ നിന്നാണ് കളി മാറുന്നത്. 8ാമത്തെ ഓവറിൽ കൃണാൽ പാണ്ഡ്യ എറിയാനെത്തുന്നു. ആ ഓവറിൽ ആദ്യത്തെ വിക്കറ്റ് പഞ്ചാബിന് നഷ്ടമാകുന്നു. തുടർന്ന് ഷെപ്പേർഡ് 9ാമത്തെ ഓവർ എറിയാനെത്തുമ്പോൾ ശ്രേയസ് അയ്യരുടെ വിക്കറ്റും കൊണ്ടാണ് ഷെപ്പേർഡ് മടങ്ങുന്നത്. അങ്ങനെ തുടർച്ചയായ ഒരു 13 ഓവർ വരെ പഞ്ചാബിനെ കൃത്യമായി കൃത്യമായ തന്ത്രങ്ങളിലൂടെ വരിഞ്ഞുമുറുക്കുകയാണ് ബംഗളൂരു ഈ ഒരു കപ്പിലേക്ക് അടുത്തത്. അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാൻ ശശാങ്ക് സിംഗ് ശ്രമിച്ചെങ്കിലും പക്ഷേ അതൊന്നും വിജയിക്കാൻ കഴിയുന്ന ഒരു ഒരു തരത്തിലേക്ക് പോയില്ല. അവസാന ഓവറുകൾ 30 റൺസിനധികം വേണമായിരുന്നു പഞ്ചാബിന്. അവസാന ഓവറുകളിൽ
ഭുവനേശ്വർ കുമാറിന് പന്തേൽപ്പിക്കുകയും ഭുവനേശ്വർ കുമാർ അത് കൃത്യമായി നിറവേറ്റുകയും ചെയ്തു. ഏറ്റവും മികച്ച ബൗളർമാർ ഇല്ലാത്ത സംഘമാണെന്ന പേരുദോഷം ബംഗളൂരുവിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഹേസൽവുഡ് മാത്രമാണ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. പക്ഷേ ഈ ഫൈനൽ മത്സരത്തിൽ തൻ്റെ അനുഭവ സമ്പത്ത് മുഴുവൻ ഭുവനേശ്വർ കുമാർ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. സ്പിൻ ബൗളർമാരുടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൃണാൽ പാണ്ഡ്യയുടെ പ്രകടനം 4 ഓവറിൽ 17 റൺസ് എന്ന് പറയുന്നത് ഒരു 20-20 മത്സരത്തെ സംബന്ധിച്ച് വളരെ മികച്ചൊരു നേട്ടമാണ്. 17 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 2 മികച്ച ബാറ്റർമാരുടെ വിക്കറ്റുകൾ കൃണാൽ പാണ്ഡ്യ കൊയ്തത്. ആദ്യ ഓവറുകളിൽ അടികിട്ടിയ ദയാൽ അടക്കമുള്ള ബൗളർമാരും അവസാനത്തെ ഡെത്ത് ഓവറുകളിൽ എത്തുമ്പോഴേക്കും അവരുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. ഫീൽഡർമാരെ സംബന്ധിച്ച് ബംഗളൂരു ഫീൽഡർമാരുടെ ആദ്യ വിക്കറ്റ് എടുത്ത സാൾട്ടിൻ്റെ ഒരു ക്യാച്ച് ഉണ്ട്. ആ ബൗണ്ടറിക്ക് പുറത്തേക്ക് പറന്നുപോയ ഒരു പന്തിനെ ചാടി പിടിച്ച് ബൗണ്ടറി കടന്ന് ആ പന്തുമായി തിരികെ ഗ്രൗണ്ടിലേക്ക് എത്തി എടുക്കുന്ന ഒരു വിക്കറ്റുണ്ട്. മാർക്ക് സ്റ്റോണിസ് പെട്ടെന്നൊരു അറ്റാക്കിലേക്ക് ശ്രമിച്ചു. പക്ഷേ ആ ഒരു ബോളിൽ ഒരു 6 അടിച്ചു. രണ്ടാമത്തെ ബോൾ വീണ്ടും പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാകുന്നു. അങ്ങനെ ചില മിന്നലാട്ടങ്ങൾ പഞ്ചാബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് ഒഴിച്ചാൽ തികച്ചും ആധികാരികമായാണ് ബംഗളൂരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 18 വർഷത്തെ കാത്തിരിപ്പ്, ആ 18ാം നമ്പർ താരത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം IPL കിരീടമെന്ന ചരിത്ര നേട്ടം കൂടി വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി ചേർക്കുന്നു. പ്രതീക്ഷ ജിജിൻ സൂചിപ്പിച്ചത് തന്നെ രാജ്യാന്തര ക്രിക്കറ്റുകളിലെ മറ്റ് 3 ഫോർമാറ്റുകളിൽ ഇന്ത്യക്കൊപ്പം കപ്പുയർത്താൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിരുന്നു വിരാട് കോഹ്ലിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ ഏറ്റവും ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ തീർച്ചയായും RCB കപ്പെടുക്കുമ്പോൾ അവിടെ വിരാട് കോഹ്ലിയുടെ ആ ഒരു പങ്കും വിരാട് കോഹ്ലിയുടെ കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് തന്നെ പങ്കാളിത്തം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ ഫൈനൽ മത്സരത്തിലും കപ്പുയർത്തുമ്പോഴും അവിടെ വ്യക്തിഗത സ്കോറിലേക്ക് മികച്ച സ്കോറിലേക്ക് എത്താൻ വിരാട് കോഹ്ലിക്കാവുന്നു. അപ്പോൾ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചോളം ഇന്ന് കളം വിടുമ്പോൾ ആരാധകരെ സംബന്ധിച്ചോളം ഒക്കെ തന്നെ എത്രത്തോളം ആവേശം, എത്രത്തോളം അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് എത്രത്തോളം ഈ 18 വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ വലിയൊരു കാത്തിരിപ്പായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ ഫൈനലിൽ 3 തവണ എത്തുമ്പോഴും കപ്പില്ലാതെ മടങ്ങുന്ന RCB ആരാധകരുടെ വിങ്ങുന്ന മുഖമാണ് കണ്ടുള്ളത്. ഇപ്പോൾ ആവേശം അങ്ങനെ 10 മടങ്ങ് ആരാധകരുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ജിജിൻ, അങ്ങനെ ഈ മത്സരത്തിന്റെ പ്രാധാന്യം എത്രത്തോളമായിരുന്നു? പ്രതീക്ഷ ഏറ്റവും വൈകാരികമായ കാഴ്ചകളാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ, അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കാണാനായത്. ഓരോ വിക്കറ്റിലും ആക്രോശത്തോടുകൂടി ഓടിയെത്തുന്ന വിരാട് കോഹ്ലി, ഓരോ റൺസും നഷ്ടമാകുമ്പോൾ നിരാശനായി നിൽക്കുന്ന വിരാട് കോഹ്ലി, അവസാനം ഓവറുകളിൽ അവസാന നിമിഷം അവസാനത്തെ 2 ബോളുകൾ ശേഷിക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ മുഖത്താണ് ആ ക്യാമറകളെല്ലാം തന്നെ നിന്നിരുന്നത്. വിരാട് കോഹ്ലിയുടെ മുഖത്ത് നിന്ന് ആ ഭാവങ്ങൾ, ആ കപ്പ് എത്രത്തോളം IPL കിരീടം എത്രത്തോളം വിരാട് കോഹ്ലി ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചന തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ മുഖഭാവത്ത് നിന്ന് കാണാനായത്. വിങ്ങിപ്പൊട്ടുന്ന വിരാട് കോഹ്ലി നമ്മൾ ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഈ കപ്പിനെ വിരാട് കോഹ്ലി മോഹിച്ചിരുന്നു. വിരാട് കോഹ്ലിയെ സംബന്ധിച്ചൊരു മോഹ കപ്പാണ്. ആ കപ്പ് ഇപ്പോൾ ഇതാ വിരാട് കോഹ്ലിയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. 1,32,000 കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. അതായത് ഈ പഞ്ചാബിനെ സംബന്ധിച്ചുള്ള അവരുടെ പ്ലാനിങ് എങ്ങനെയാണ് പിഴച്ചത്? കാരണം ആദ്യം തന്നെ ഈ ടോസ് ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു, പിന്നീട് ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് 200 പോലും കടക്കാതെ ഒരു സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞാലും അതിനെയൊക്കെ തന്നെ ചേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നേരത്തെ അങ്ങനെ ചേസ് ചെയ്ത സാഹചര്യങ്ങൾ ഈ മത്സരത്തിൽ തന്നെ ഈ കാലയളവ് ഈ അടുത്ത മത്സരങ്ങളിൽ പോലും കഴിഞ്ഞ മത്സരങ്ങളിൽ പോലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാളിപ്പോയ സാഹചര്യം എങ്ങനെയായിരുന്നു? ബൗളർമാരുടെ ഭാഗത്തു നിന്നും RCBയുടെ ബൗളർമാർ തുടക്കത്തിൽ തന്നെ വിക്കറ്റ് എടുത്ത് ഒരു മേൽക്കോയ അല്ല ഒരു ആധിപത്യം ഉണ്ടാക്കാതെ തന്നെ ആദ്യ ഓവറുകളിൽ തന്നെ പിടിമുറുക്കാൻ കഴിഞ്ഞതാണോ അവർക്ക് കൂടുതലൊരു അനുകൂല സാഹചര്യം ഒരുക്കിയത്? പ്രതീക്ഷ ബംഗളൂരുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ വിക്കറ്റ് മുതൽ ഒരു 7ാമത്തെ വിക്കറ്റ് കൃണാൽ പാണ്ഡ്യയും ഷെപ്പേർഡും അടങ്ങുന്ന 6ഉം 7ഉം വിക്കറ്റ് വരെയൊക്കെ ഏറ്റവും മികച്ച ബാറ്റർമാരുള്ള നിരയാണ് ബംഗളൂരു. അത് വിരാട് കോഹ്ലിയിൽ നിന്ന് 7ാമത്തെയോ 8ാമത്തെ വിക്കറ്റ് വരെ ബാറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്, ബാറ്റർമാരുള്ളതാണ് ബംഗളൂരു. അതുകൊണ്ട് തന്നെ ഒരു ചേസിലേക്ക് ബംഗളൂരുവിനെ വിട്ടുകൊടുത്താൽ അത് പഞ്ചാബിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാകണം ഒരു പക്ഷേ ബൗളിംഗ് പഞ്ചാബ് തിരഞ്ഞെടുത്തത്. പക്ഷേ അവരുടെ തീരുമാനം തെറ്റാകുന്ന തരത്തിലേക്ക് തന്നെയാണ് ആദ്യത്തെ ഓവറുകൾ മുതൽ തന്നെ ബംഗളൂരു ബാറ്റർമാർ അവരുടെ ബാറ്റ് വീശിയത്. ഒരു കുറഞ്ഞ ടോട്ടലിൽ ബംഗളൂരുവിനെ ഒതുക്കി നിർത്താമെന്നുള്ള കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചുപോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
ഓരോ വിക്കറ്റുകൾ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണെങ്കിൽ പോലും കൃത്യമായി റൺ റേറ്റ് ഉയർത്താൻ ബംഗളൂരുവിന് കഴിഞ്ഞു. അവസാനത്തെ 3 ഓവറുകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരു 17, 18 അവസാനത്തെ 3 ഓവറുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബംഗളൂരു ബാറ്റർമാരുടെ ആധിപത്യമാണ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കാണാനായത്. അവസാനത്തെ ഓവറുകളിൽ ഒരു 10 or 20 റൺസ് കൂടി നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തുടരെ വിക്കറ്റുകൾ നഷ്ടമാവുകയും 9 വിക്കറ്റുകൾ നഷ്ടമായാണ് 190 എന്ന സ്കോറിലേക്ക് ബംഗളൂരു എത്തിയത്. മറുബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ച് ശ്രേയസ് അയ്യരുടെ മികച്ച ഫോം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടായിരുന്നത്. ആദ്യത്തെ ഇമ്പാക്ട് പ്ലെയറായ ആര്യയും പ്രശാന്ത് സിംഗും അടക്കമുള്ളവർ മികച്ച ഒരു തുടക്കം നൽകി കഴിഞ്ഞാൽ ശ്രേയസ് അയ്യർക്ക് 2 തവണ ഇറങ്ങുന്ന ശ്രേയസ് അയ്യർക്ക് ഇംഗ്ലീഷിൻ്റെ അടക്കം നല്ല മികച്ച ഫോമിൽ കളിക്കുന്നതാണ് വിദേശ കളിക്കാരനായ ഇംഗ്ലീഷ് അടക്കം. അവരുടെ ഒരു സ്കോറിൽ നിന്ന് ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രേയസ് അയ്യർക്ക് കഴിയുമെന്ന കണക്കുകൂട്ടൽ ഒരു പക്ഷേ പഞ്ചാബിനുണ്ടായിരുന്നിരിക്കണം. പക്ഷേ അതിനെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ തന്നെയാണ് ബംഗളൂരുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രകടനം. ബംഗളൂരു ബൗളർമാർ കൃത്യമായ ബൗളിംഗ്, കൃത്യമായ ഇടങ്ങളിൽ ലൈനും ലെങ്തും കാത്തു സൂക്ഷിച്ച് എറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു സ്കോറിലേക്ക് പഞ്ചാബിന് മറികടക്കാൻ കഴിയാതെ പോയത്. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി കൃണാൽ പാണ്ഡ്യയുടെ ബൗളിംഗ് എടുത്തു പറയേണ്ടതിരിക്കുന്നു. പഞ്ചാബ് നിരയിൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു ആദ്യ ഓവറുകളിൽ ഒരു അറ്റാക്ക് ഉണ്ടായത്. ഒരു ആക്രമണ സ്വഭാവത്തിൽ കളിച്ചത് ഇംഗ്ലീഷാണ്. പക്ഷേ 23 പന്തിൽ 39 റൺസാണ് ഇംഗ്ലീഷ് അടിച്ചത്. പക്ഷേ കൃണാൽ പാണ്ഡ്യ നിർണായകമായ ആ വിക്കറ്റ് എടുത്തുകൊണ്ട് ബംഗളൂരുവിൻ്റെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവസാനത്തേക്ക് തൊട്ട് പിന്നാലെ ഏതായാലും ഈ ബാംഗ്ലൂരിനെ പഞ്ചാബിനെ സംബന്ധിച്ചോളം തിരിച്ചടിയായത് ശ്രേയസ് അയ്യരുടെ വിക്കറ്റ് തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ കൂറ്റൻ സ്കോറുമായി ടീമിനെ നെടുന്തൂണായി മാറി മത്സരങ്ങളിലൊക്കെ വിജയിപ്പിച്ച ശ്രേയസ് അയ്യരുടെ ആ വിക്കറ്റ് എടുത്തതോടുകൂടി പിന്നാലെ വന്ന ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ചോളം ഒരു സമ്മർദ്ദത്തിലേക്ക് പോയിരുന്നുവല്ലേ. കാരണം ഒരു ഓവറിൽ തന്നെ 10-12 റൺസൊക്കെ എടുത്ത് മുന്നേറിയെങ്കിൽ മാത്രമേ പിന്നീട് ഈ ഒരു മികച്ച സ്കോർ മറികടക്കാൻ കഴിയുന്ന സാഹചര്യം വന്നു. അപ്പോൾ വിക്കറ്റുകൾ തുടർച്ച് എടുക്കുന്നതിൽ വിക്കറ്റുകൾ പിടിച്ചതോടുകൂടി ഒരു സമ്മർദ്ദം ടീമിനെ ആകെ ഉണ്ടായി.